ഇതാര്? അന്തോണി കുഞ്ഞോ? വാ ഇരുന്നാട്ടെ. അന്തോണി കുഞ്ഞ് വന്നതിന്റെ പുകിലൊക്കെ ഈ നാട് മുഴുവൻ പാട്ടിറങ്ങിയ നല്ലൊരു സ്ട്രോങ് ചായ, വെള്ളം കുറച്ച്. നായരിയേട്ടൻ കുറച്ചു ദിവസം ആശുപത്രിയിലായിരുന്നു കേട്ടു. എന്തു പറ്റി? ഓ ചുമ്മാ ഞാനിങ്ങനെ റെസ്റ്റ് ഇല്ലാണ്ട് ഓടി നടക്കണ കണ്ടിട്ട് ഡോക്ടർമാർക്ക് അസൂയ തോന്നി. കുറച്ചു ദിവസം പിടിച്ച് അവിടെ കിടത്തിയിട്ട് പറഞ്ഞു വിട്ടു. അത്ര തന്നെ. നല്ല നാടൻ പഴം. കുട്ടിക്കാലം മുതൽ ഇങ്ങനെ പാപ്പു മൂത്താനാർ ഇവിടെ കൊണ്ടുവന്ന് ഈ മേശപ്പുറത്ത് അങ്ങോട്ട് ഇട്ടും എന്നിട്ട് ഇതുപോലെ മുട്ട പൊടിയതും ചായയും വാങ്ങിച്ചു കൊടുക്കും. ഇവിടെ വന്നാൽ ആ പതിവ് ഇപ്പോഴും അന്തോണി കുഞ്ഞ് തെറ്റിക്കാം. അപ്പൊ ആശ വളരെ ചെറുതിലേ തുടങ്ങിയതാ മുട്ട തീറ്റി. ചെറുതിലെ ഒരു 10 മുട്ട എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് ഇപ്പൊ സ്റ്റീൽ ബോഡി ആയേനെ. അന്തോണി കുഞ്ഞെ, എന്നോട് ക്ഷമിക്കണം. എന്റെ മക്കള് ചെയ്ത നെറികേടിന് ഞാൻ തന്നെ മാപ്പി ചോദിക്കുക. സാരമില്ല അയ്യപ്പൻ ചേട്ടാ, അവന്മാര് ചെയ്ത കുസൃതിക്ക് ചെറിയൊരു കൊട്ടു കൊടുത്തുന്നേ ഉള്ളൂ. നന്നാവാൻ വേണ്ടിയാ. നന്നാവും കൊറേ നന്നാവും. ഞങ്ങൾ കണ്ടോണ്ട് നിൽക്കല്ലേ. അന്തോണിച്ചാൻ ആ ഷാപ്പിലേക്ക് കേറിയിട്ട് പിന്നെ ഗുരുവായൂർ കേശവൻ ഇടഞ്ഞതുപോലെ ഇരുന്നു. എവിടാ മതവളയ്യ കൊമ്പൻ? അവനെ തളയ്ക്കാവോ ഞാനും നോക്കട്ടെ. ഇറങ്ങി വേണം. ഞങ്ങളുടെ ഷാപ്പ് തല്ലിപ്പൊളിച്ച് തൊഴിലാളികളെയും തല്ലി സുഖമായിട്ട് തിരിച്ചു പോകാന്ന് കരുതിയോ നീ? പാറയിൽ പാപ്പുവിനെ തൊട്ട് കളിച്ചാലേ തൊഴിലാളിയല്ല മുതലാളിയും തല്ല, ഷാപ്പിലെന്നല്ല, വേണ്ടി വന്ന വീട്ടിൽ കയറി തല്ല. എടാ പുല്ലേ, അങ്ങനെ അടിച്ചു പൊളിക്കണമെങ്കിൽ അതിന്റെ തന്തയുടെ വായായിരിക്കണം. നിന്റെ തളിപ്പറമ്പിലെ ഗുണ്ടായസം ഇവിടെ നടക്കുകയല്ല. കൊണ്ടുപോയതല്ല അത്താഴം കൊടുക്ക്. ഇവന്റെ തടിയും ബലം കൊണ്ട് നീയൊക്കെ കിടന്ന് വിലത്തിയായിട്ടല്ലോ. നിന്റെ ഒക്കെ കഴിഞ്ഞ പിടിച്ചെടുക്കുക. ഈ ഓലപ്പാമ്പിനെ കാണിച്ച ആളായാലുണ്ടല്ലോ, കൊളന്നുകളയും മലപ്പുറം കത്തിക്ക്. നടക്കണോ അങ്ങോട്ട് വണ്ടിയുടെ? മോനെ രവിക്കുട്ടാ, ഒന്നിഞ്ഞു വന്നേ. സാറേ, ഈ സാറിനെ ഉടനെ വിട്ടേക്കാനാ ഐജി അദ്ദേഹം പ്രത്യേകം പറഞ്ഞിരിക്കുന്നത്. എവിടുന്ന് പൊക്കിയോ അവിടെ തന്നെ കൊണ്ടുവിട്ടേച്ച് 2 സോറിയും പറയാൻ അദ്ദേഹം പ്രത്യേകം പറഞ്ഞു. തളിപ്പറമ്പ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കുഞ്ഞറോജയുടെ മോനായത്. മാത്രമല്ല ഭരണപക്ഷവും. താൻ പൊയ്ക്കോ, മേലിലൂടെ പ്രശ്നമൊന്നും ഉണ്ടാക്കിയേക്കരുത്. അയ്യേ, അങ്ങനെ അങ്ങ് പോകാൻ പറ്റുമോ സാറേ? വെറുതെ ആളെ പിടിച്ചോണ്ട് വന്നിട്ട് വടിയാക്കുക. 2 ദിവസം ഇവിടുത്തെ ലോക്കപ്പിൽ കിടന്നിട്ടേ ഞാൻ പോകുന്നുള്ളൂ. എന്നാ പണ്ട് എന്റെ കൂടെ ഡിഗ്രിക്ക് പഠിച്ചിരുന്ന ഒരു പെൺകുട്ടിയോട് നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു ഏമാൻ കുഞ്ഞിപ്പിള്ളേരുടെ പണി കാണിച്ചു. ദേ ഈ കൈവച്ചങ്ങോട്ട് പൊട്ടിച്ചു. അന്ന് അതിന്റെ പേരിൽ ഇതിനകത്ത് കേറിയതാ. പിന്നെ ഇപ്പഴാ. ദയവ് ഇത് പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. ഒരബദ്ധം പറ്റിപ്പോയതാ. ഓ സോറി, ഒന്ന് പോയി തരണം. ഏതായാലും ഇതിനകത്ത് കേറിയതല്ലേ, കുറച്ചു നേരം റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് സൗകര്യം പോലെ പോവാം. എടുത്തോ. ഹലോ, തളിപ്പറമ്പിന്നോ? ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റോ? അതെനിക്കാ. എന്നാ മച്ചി? ഓ, എന്നാ പേടിക്കാനാ? അമ്മച്ചി നിസ്സാര കാര്യത്തിന് ഇങ്ങോട്ട് വരേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനിപ്പോ തന്നെ ഇറങ്ങാന്നേ. ടോമി സർ, സാറിന് എവിടെയാ പോണ്ടെന്ന് വെച്ചാൽ കൊണ്ടുവിട്ടേക്ക്. അതൊന്നും പറ്റുകയല്ല. സാറ് തന്നെ എന്നെ കൊണ്ടുവിടണം. കേറും, ശരിക്ക് കേറും, ഭിത്തിയെ കൂടെ കേറും. SI ജഗന്നാഥൻ ആരാ മോൻ? വെറുതെ അല്ലല്ലോ, ആഴ്ച വന്ന് എണ്ണി വാങ്ങിച്ചോണ്ട് പോന്നില്ലേ. ഒടുക്കത്തെ ആയുസ ജഗന്നാഥന്. ഇയാളെ പൊക്രാനിൽ കൊണ്ടുപോയി പൊട്ടിച്ചാലും ചാകത്തില്ല. ഇരിക്കടോ, ആ അടവാരിച്ചങ്ങനെ അടിച്ചൊതുക്കിയതല്ലേ, ലേശം ക്ഷീണം കാണും. ഇവനെ 2 അടിക്കേ. ചാക്കപ്പ മുതലാളിയെ, ഈ അടവാരിച്ചങ്ങനെ അടിച്ചൊതുക്കാൻ തന്റെ മാമ്പള്ളിക്കോലോ തൊരുത്തനും ഇല്ല. ഉണ്ടോടോ? ഉണ്ടെങ്കി ഇപ്പൊ പറയണം. താൻ എന്നാ പുണ്ണാക്കെന്നാ വിചാരിച്ചേ? നഴ്സറി പോലത്തെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി എന്നെ കസേര കളിപ്പിക്കാമെന്ന്. അതിന് തന്റെ റോയൽ സല്യൂട്ടും ഗാന്ധി തലയൊന്നും പറ്റുകയില്ല. ചാക്കപ്പൻ ചത്തെണീക്കണം. പിന്നെ യവമാരുമായിട്ടുള്ള കൂട്ടുകെട്ടങ്ങ് വിട്ടാരെ കേട്ടോ. ഇയാടെയും മക്കടെയും മുണപ്പ് കണ്ട് സാറ് ഞെളിയാൻ നിന്നാലേ തടി കേടാം. തൊപ്പിയും കാണുകയില്ല. തൊപ്പി പോയാ പിന്നെ തനിക്ക് യവമാരും ഉണ്ടാകുകയല്ല ജഗന്നാഥ. വരട്ടെ.
ആശാനെ ഞാൻ എവിടെയെല്ലാം തിരക്കിന്നറിയൂ. സ്റ്റേഷനിൽ ചെന്ന് പറഞ്ഞ് വീട്ടിൽ പോയിരുന്നു. വീട്ടിൽ വിളിച്ചപ്പോ അവിടെയില്ല. ആശാന്റെ തനി കൊട എനിക്ക് അറിയാവുന്നതോട് ഞാൻ ഇങ്ങോട്ട് വന്നു. കൂടെ കിടക്കണവനല്ലേ രാപ്പനി അറിയൂ. എന്റെ ഊഹം തെറ്റിയില്ല. ഞാൻ അമ്മച്ചിയെ വിളിച്ചു പറഞ്ഞു, അമ്മച്ചി സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞു. ആശാൻ പുഷ്പം പോലെ പുറത്തിറങ്ങി. നിന്നോട് ആര് പറയണം അമ്മച്ചിയെ വിളിച്ചു പറയാൻ? ഒറ്റ അലക്ക് കേറാൻ വേണ്ടി. എങ്ങനെയെങ്കിലും എനിക്ക് ഒരു മെമ്പർ ആകണം. ഞാനൊരു മെമ്പർ ആയി കഴിഞ്ഞാൽ ആശാന് ഒരു വിഷമവും ഇല്ല. ആശ എപ്പ അടി ഉണ്ടാക്കി എപ്പ അകത്തായാലും ഞാൻ വിളിച്ചു പറയുന്നു, ആശ പുഷ്പം പോലെ വെളിയിലിറങ്ങി. വീണ്ടും ആശ അടി ഉണ്ടാക്കി അകത്താവുന്നു, ഞാൻ വിളിച്ചു പറയുന്നു, ആശാൻ വെളി വരുന്നു. ആശാൻ വീണ്ടും അകത്താവുന്നു, ഞാൻ വീണ്ടും വിളിച്ചു പറയുന്നു. അല്ലെങ്കിൽ വേണ്ട, അവസരം ഞാൻ തന്നെ അകത്തുവാവും, ആശാൻ വെളിയിൽ. ആശ ഞാനിപ്പോ വെളിയിലാ, നിർത്ത്. ആശ ആശ ഞങ്ങളെ തോപ്പിക്കാൻ ആരുമില്ലെന്ന് അഹങ്കരിച്ചടന്ന മാമ്പള്ളിക്കാരുടെ ഉങ്ക് തീർക്കാൻ കർത്താവാടാ നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഷാപ്പ് തല്ലിപ്പൊളിച്ചുകൊണ്ട് സ്ഥിരം കുടിയന്മാർക്ക് ഒരു ബുദ്ധിമുട്ടായി അല്ലോടെ കപ്പിയാരെ? സോറി, ഞാൻ കല്ലടിക്കാൻ വേണ്ടി ഷാപ്പ് പോകാറില്ല. ഓൺലി ഫോർ ദ ഫിഷ് കറി. ഷാപ്പിലെ മീൻ കറിക്ക് എന്തോ ഒരു ടേസ്റ്റ് ആണെന്നോ. അതിനിടെ അറിയാതെ 1, 2, 3, 4 കുപ്പി കള്ളടി. അത്രേ ഉള്ളൂ. പാവം. താൻ ആള് കൊള്ളാലോടോ. ആ ബാബാ, എല്ലാരും ഒപ്പിട്ടിട്ടുണ്ടോ? ധർമ്മഗിരിയിലെ ഒരു കുട്ടിക്ക് സൗജന്യ ചികിത്സയ്ക്കുള്ള ആപ്ലിക്കേഷനാ. ഇടവകയിലെ പെൺകുട്ടികൾ എല്ലാവരും കൂടെ ചേർന്ന് ഒരു അസോസിയേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന്റെ സെക്രട്ടറിയാ നിമ്മി. അല്ല, നിനക്കിവിടെ മനസ്സിലായി? അന്തോണിച്ചായൻ പുതിയ ബിൽഡിങ്ങിന്റെ കാര്യം അച്ഛൻ അടുത്ത കമ്മിറ്റിക്ക് ഉറപ്പിച്ചു തന്നെ പറയാം. അച്ഛോ, അന്തോണി നിമ്മിയുടെ പാവാട പൊക്കി നോക്കി അച്ഛോ. കുരുത്തം കിട്ടവനെ, ചെമ്മാടി, നിന്റെ കൈ തല്ലി ചെറുത്തകളെയാണ് വേണ്ടത്. തന്നെ ഇവിടെങ്ങും കാണാണ്ടായപ്പോ ഞാൻ കരുതി വല്ല മഠത്തിലും ചേർന്ന് കന്യാസ്ത്രീയായി കാണുമെന്ന്. എടാ അന്തോണി, തളിപ്പറമ്പിൽ ഇവക്ക് പറ്റിയ നല്ല പയ്യന്മാര് വല്ലതും ഉണ്ടോടാവി? ഓ, തളിപ്പറമ്പിൽ അങ്ങനെ പറയാൻ ആകെ ഒരുത്തനേ ഉള്ളൂ, അത് ഞാനാ. വേണമെങ്കിൽ ഞാൻ തന്നെ അവളെ കെട്ടിയേക്കാം. ഒന്ന് ചുമ്മാ ഇരിക്കുന്നുണ്ടോ? ആവശ്യത്തിലേറെ ചെല്ലപ്പേര് എനിക്ക് ഇപ്പോഴേ ഉണ്ട്. ഇനി ബ്രോക്കർ അച്ഛനും കൂടി പറയിപ്പിക്കണം. ഞാൻ പോവാ. അല്ല, അതെ, ഒന്ന് കാണണം. കുറച്ചു ദിവസം ഞാനിവിടൊക്കെ തന്നെ കാണും. ഞാനും. എടികൊച്ചേ, ഇവൻ തമാശ പറയുന്ന, നീ ഇതൊന്ന് സീരിയസ് ആയിട്ട് എടുക്കണ്ട. എങ്ങോട്ടായി കൊണ്ടുപോകുന്നത്? നിർത്തണോ? കഥക തല്ലിപ്പൊളിച്ചങ്ങ് അകത്തോട്ട് കയറ്റി നിർത്തായിരുന്നല്ലേ? 1 കിലോമീറ്ററുടെ കൂട്ടാനുള്ള വേലയാ. ആ, എന്നായിടോ? 1850. എത്ര? 1850. അയ്യടാ, വണ്ടിയുടെ വില അല്ലേ ഞാൻ ചോദിച്ചത്. പ്രസിഡന്റിന്റെ കയ്യിൽ ഞാൻ കൂടുതൽ വാങ്ങിക്കോ? വേണമെങ്കിൽ 50 രൂപ കുറച്ചു. വേണ്ട 50. അങ്ങനെ ഇപ്പൊ ഇയാൾ കുറയ്ക്കൊന്നും വേണ്ട. എന്നാ ദാണ്ട 50 രൂപ കൂടുതലും ഉണ്ട്. പക്ഷെ ഇത് അന്യായം ഒന്ന് ഓർക്കണം. അല്ല, അത് പിന്നെ വേണ്ട, വലിയ വർത്താനൊന്നും പറയണ്ട. പോ വേഗം ചെല്ലേ. എന്നാ ഞാൻ. ആ, എടാ പിള്ളാരെ, ആരും ഇല്ലേടാ ഇവിടെ? പാപ്പച്ചോ, കറിയാച്ചോ? അല്ല, ഇതാര് കുഞ്ഞറോതെയോ? എന്നാ ഉടനെ പഞ്ചായത്ത് പ്രസിഡന്റ് വിശേഷങ്ങൾ? ഓ, എന്നാ വിശേഷവാ? കൊച്ചു വെളുപ്പാങ്കാലത്ത് പോന്നതാ, ഇപ്പഴാ ഇങ്ങോട്ട് എത്തിയത്. കല്യാണങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയോ? ഓ, എന്നാ പറ്റാനാ? ആ ചാക്കപ്പനും മക്കളും ചേർന്ന് തല്ലിച്ചെന്ന് കേട്ടപ്പോഴേ ഇങ്ങോട്ട് പോരണം തീരുമാനിച്ചതാ. അതെങ്ങനെയാ? പഞ്ചായത്തിൽ നിന്ന് പോരാൻ പറ്റണ്ടായോ? ഞാൻ അവിടെ ഇല്ലെങ്കിൽ ഒന്നും നടക്കത്തില്ലെന്നേ. ഏതായാലും ആ ചാക്കപ്പന്നിന്റെ വെറുതെ വിടാനൊക്കെയില്ല. ആ കണക്ക് എന്തോട് തീർത്തു. അവന്മാർക്കിട്ടൊന്ന് ശരിക്ക് പെരുമാറി ആ ഷാപ്പ് തല്ലിപ്പൊളിക്കേണ്ടി. അയ്യേ, അവന്റെ ഷാപ്പ് മാത്രമേ തല്ലിപ്പൊളിച്ചുള്ളൂ. അവന്റെ വീടും ഓഫീസും സർവ്വതും തല്ലിപ്പൊളിക്കാരുന്നില്ലേ? അന്തോണിയുടെ ഞാൻ ഇപ്പൊ തന്നെ പറയാം. എന്നാടേ കുഞ്ഞോറാതെ ഇത്ര വൈകിയത്? ഞാൻ കാലത്ത് തൊട്ട് കാത്തിരിക്കുക. ഏതായാലും കഴിഞ്ഞ തവണ വന്നതിൽ കൂടുതലൊന്നും മിനിങ്ങിയിട്ടുണ്ട്. നീ എന്നതടി കഴിക്കുന്നേ? ആ തിരുതാവുകൊണ്ടൊന്നും എഴുന്നള്ളിക്കാതെ. കഴിഞ്ഞ തവണ വന്നപ്പോഴും ചേട്ടത്തി ഇതുപോലെ വിളമ്പിട്ടേ ഒരാഴ്ച വയറിളക്കമായിട്ട് ഞാൻ കിടന്നത്. വല്യാങ്ങളെ, അന്തോണിയ റീജമോളൊക്കെ എവിടെ പോയി? റീജമോൾ അപ്പുറത്തെ വീട്ടിൽ ട്യൂഷൻ പഠിക്കാൻ പോയത്. കറിയാച്ചനും പാപ്പച്ചനും തേക്കുമാരി പറമ്പിൽ തേങ്ങയെടുക്കാൻ പോയിട്ട് ഇതുവരെ വന്നില്ല. അന്തോണി എന്തോ മാർക്കറ്റിലേക്കാന്നും പറഞ്ഞ് പോയതാ. എന്നാലും ആ ചാക്കപ്പനെ അങ്ങനെ വെറുതെ വിടുന്നത് ശരിയല്ലല്ലോ. സ്റ്റേഷനിൽ കെട്ടി 2 ഇടിയെങ്കിലും അവന് കൊടുത്തില്ലെങ്കിലേ കുഞ്ഞറോവ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാന്ന് പറഞ്ഞത് എന്നാ കാര്യം? ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. നീ ഇതാരെയാ വിളിക്കുന്നേ?
മുഖ്യമന്ത്രിയെ വേണ്ടാടി. ഏ? ഈ ചെറിയ കാര്യത്തിലൊക്കെ മുഖ്യമന്ത്രിയെ വിളിച്ച് ബുദ്ധിമുട്ടിക്കണോ? എന്നാ പിന്നെ DGP എങ്കിലും ഒന്ന് വിളിക്കാം. വേണ്ട എന്റെ കുഞ്ഞറോതെ, അതിലൊക്കെ നമുക്ക് സമാധാനം ഉണ്ടാക്കാം. നീ ഇത്രയും ദൂരം യാത്ര ചെയ്ത് വന്നതല്ലയോ, കുറച്ചു നേരം വിശ്രമിക്കേ. എന്നാ പറഞ്ഞേ? വിശ്രമിക്കാനോ? എന്റെ വല്യാങ്ങളെ തല്ലിന്ന് അറിഞ്ഞപ്പോ തൊട്ട് തുടങ്ങിയതാ എന്റെ ശരീരം ഇങ്ങനെ ദാ നോക്ക്, കിട്ടാന്ന് പറക്കാൻ. ഇനി നിന്നിട്ടില്ല, വിടത്തില്ല ഞാൻ ഒരുത്തനെയും. അന്തോണി ഇങ്ങോട്ട് വരട്ടെ. അശോ ബ്യൂട്ടിഫുൾ കളേ. പ്ലീസ് ഒന്ന് അടങ്ങിയിരിക്ക്. എന്ത് പറ്റി? വണ്ടിയുടെ വെടി തീർന്നോ? എങ്ങോട്ടാ പെൺപട? മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ ഫുറൂർ കപ്പിന് വേണ്ടിയുള്ള ബാസ്കറ്റ്ബോൾ മത്സരമുണ്ട്. അന്തോണിച്ചാൻ വരുന്നു. ഞങ്ങളെ കടത്തുവോ അവിടെ? ടീം ക്യാപ്റ്റൻ നിമ്മിയാ വിളിക്കുന്നേ. ഓ, ഞങ്ങൾക്ക് വേറെ പണിയുണ്ട് മോളെ. ആശാ, ഓ. ആ പണി നാളെ ആയാലും നടത്താം. പെൺപിള്ളേർക്കൊക്കെ എന്നെ കണ്ടിട്ട് ഇളക്കം. അതുകൊണ്ട് ഇന്നത്തെ പണി കളി കാണലാവാം. അന്തോണിച്ചാൻ വരണം, വരാതിരിക്കരുത്. വരും. വന്നില്ലെങ്കിൽ ഞാൻ കൊണ്ടുവരും. ഇനി ഇപ്പൊ ആശ വന്നില്ലെങ്കിലും ഞാൻ വരും. ഓക്കേ?